ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീ ഗുരുവായൂരപ്പ ശരണം. കൃഷ്ണ ഗുരുവായൂരപ്പ എന്ന് വിളിക്കാത്ത ദിവസങ്ങളേ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല. ഗുരുവായൂരപ്പ സ്വാമി നമ്മുടെ എല്ലാവരുടെയും ഭാഗ്യമാണ്. മേൽപ്പത്തൂരിനെ പറ്റിയിട്ടും നാരായണീയത്തെ പറ്റിയിട്ടും അറിയാത്തത് വളരെ കുറവാണ്. വാതരോഗ വിമുക്തി നേടി, നാരായണീയം രചിച്ച് മേൽപ്പത്തൂർ വാതരോഗ വിമുക്തി നേടി എന്നുള്ളത് എല്ലാവർക്കും അറിയാം. നമുക്ക് തന്ന അനുഗ്രഹമാണ് നാരായണീയം. ദശകം 1 തൊട്ടിട്ട് ചെറിയ ഒരു സാരം പറഞ്ഞിട്ട്, ഓരോ വാക്കിൻ്റെ അർത്ഥങ്ങളൊന്നും പറയണില്ല, ചെറിയ ഒരു സാരം പറഞ്ഞിട്ട് ദശകം 1 തൊട്ടിട്ട് ഓരോ ശ്ലോകങ്ങളായിട്ട് ചൊല്ലിയിടണം എന്ന് എൻ്റെ മനസ്സ് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്. അത് കാരണം എല്ലാ ഭഗവാന്റെ അനുഗ്രഹം, എല്ലാവരുടെ അനുഗ്രഹത്താലും ഞാൻ തുടങ്ങുന്നുണ്ട്. എല്ലാവരും കൂടെ നിൽക്കുമെന്ന് വിചാരിക്കുന്നു. ഇനി ദശകം 1. ഓം ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പനെ മനസ്സിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. അപ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ഗുരുവായൂർ തിളങ്ങി, ആ വിളക്കുകളുടെ ഉള്ളിലിങ്ങനെ തിളങ്ങണം ആ ഭഗവാനെ നമ്മുടെ മനസ്സിൽ കാണാൻ സാധിക്കും നമുക്ക്. ദശകം 1 ഭഗവാന്റെ സ്വരൂപത്തെ പറ്റിയിട്ടാണ് പറയുന്നത്. മാഹാത്മ്യവും, ഭഗവാന്റെ സ്വരൂപവും മാഹാത്മ്യവും. സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവദ്ഭാതി സാക്ഷാത് ഗുരുപവനപുരേ ഹന്തഭാഗ്യം ജനാനാം. നമുക്ക് ഭഗവാനെ കാണുമ്പോൾ തന്നെ ആനന്ദവും ജ്ഞാനവുമാകുന്ന സ്വരൂപത്തോട് കൂടിയതും ഒന്നിനോടും ഉപമിക്കാൻ പറ്റില്ല. കാലം, ദേശം, സുഖം, ദുഃഖം ഇതിനോട് ഒട്ടും ബന്ധമില്ല ഭഗവാന്. അനേകം ശ്രുതിവാക്യങ്ങളാൽ വ്യക്തമാക്കപ്പെട്ടിട്ടുമുണ്ട്. എന്നാൽ ഒട്ടും സ്പഷ്ടമല്ല. ഇനി ഒന്ന് കാണുമ്പോൾ തന്നെ അതൊരു വലിയ പുരുഷാർത്ഥമാകുന്നതുമായ ആ ബ്രഹ്മം എന്ന പരമാർത്ഥം ആണ് ഭഗവാൻ. ഏതു ഭക്തനാണോ ആ ഗുരുവായൂരിൽ ഇപ്പോഴും പ്രത്യക്ഷമായി വിളങ്ങുന്ന ആ രൂപത്തെ കാണാൻ പറ്റുന്നത് അവരുടെ ഭാഗ്യം തന്നെയാണ് എന്നാണ് പറയുന്നത്. ഹന്തഭാഗ്യം ജനാനാംന്ന്. ആ ഗുരുവായൂരപ്പനെ മനസ്സിൽ നമ്മുടെ എല്ലാവരുടെയും കണ്ടു കഴിഞ്ഞു അല്ലേ? നമ്മളിത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഗുരുവായൂർ വിളക്കുകളുടെ ഉള്ളിൽ ആ ഭഗവാൻ ഇങ്ങനെ ചിറിച്ച് പുഞ്ചിരി തൂക്കി നിൽക്കുന്നത് നമ്മുടെ എല്ലാവരുടെ മനസ്സിലും കണ്ടു കഴിഞ്ഞു. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. കൂടെ എല്ലാവരുടെ കൂടെയും ഭഗവാൻ ഉണ്ടാവട്ടെ.